നാം ദൈവത്തിന് മുഖം തിരിഞ്ഞ് നിൽക്കരുത്, ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കരുത്. നാം ദൈവത്തിന് പുറംതിരിഞ്ഞ് നിന്നാൽ നമ്മിലൂടെ വെളിപ്പെടേണ്ടതായ കഴിവുകളും പ്രാപ്തിയും എല്ലാം നഷ്ടപ്പെട്ടു പോകും. ദൈവത്തോട് മുഖാമുഖമായി നിൽക്കണം, ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. എങ്കിലേ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടുകയുള്ളൂ, ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുകയുള്ളൂ, ദൈവത്തിൻ്റെ പരിപാലനം കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ശരീരം കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നോക്കി നിൽക്കുന്ന കാര്യമല്ല, ഹൃദയം കൊണ്ട്, നമ്മുടെ മനോഭാവം കൊണ്ട് ദൈവത്തോട് പുറംതിരിഞ്ഞ് നാം നിൽക്കരുത്. ഇന്ന് നിങ്ങൾ അനേകം പ്രതിസന്ധികളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും ടെൻഷൻ അടിച്ച് വലഞ്ഞ് സമാധാനമില്ലാതെ നിങ്ങൾ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ എവിടെയെല്ലാം ദൈവത്തിനെതിരായി നിൽക്കുന്നുണ്ട്, ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ബൈബിളിനെതിരായി നിങ്ങൾ നിൽക്കുന്നുണ്ട്. എന്നാൽ അതൊന്ന് മാറ്റൂ പ്രിയരെ. ഞാൻ അങ്ങയെ സ്നേഹിക്കും, ഞാൻ അങ്ങയുടെ വചനം പ്രമാണിക്കും, എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ അത് അപ്പാടെ ഞാൻ അനുസരിക്കും. എൻ്റെ ബുദ്ധിയിൽ ആലോചിച്ച് ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയില്ല. ഞാൻ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുമെന്ന് നിങ്ങൾ ഒരു സമർപ്പണം എടുത്തിട്ട് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു നോക്കൂ. കാണാം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. നിങ്ങൾ വചനമനുസരിക്കൂ, വചനത്തിലേക്ക് വരൂ, വചനമാവുന്ന ക്രിസ്തുവിനെ അനുസരിക്കൂ, വചനപ്രകാരം ജീവിതം ക്രമീകരിക്കൂ. വചനം എന്ത് പറയുന്നു അതുപോലെ ഞാൻ ജീവിക്കുമെന്ന് ഒരു സമർപ്പണം നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് തുടങ്ങും, ഇന്ന് അതിശയം തുടങ്ങും, ഇന്നൊരു അത്ഭുതത്തിൻ്റെ ദിവസമായി തീരും. നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ പ്രാർത്ഥനകൾ മാറും, നിങ്ങളുടെ ചിന്താഗതികൾ മാറും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും. ആ ഭാഗ്യ പദവിയിലേക്ക് കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്. വരൂ മകനെ, നീ എൻ്റെ വചനത്തിലേക്ക് വരൂ, എങ്കിലേക്ക് വരൂ. നമുക്ക് കർത്താവിലേക്ക് ഓടിച്ചെല്ലാം. ആ കരവലയത്തിൽ നമുക്ക് അമർന്നിരിക്കാം.